നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഭീതിയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇരു സംസ്ഥാനങ്ങൾക്കും ഇടയ്ക്കിടെ പ്രശ്നങ്ങളുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ മുൻനിർത്തി അവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നാണ് കേരളത്തിന്റെ നിലപാട്. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇപ്പോൾ സുരക്ഷിതമാണെന്ന് തമിഴ്നാട് സർക്കാർ അവകാശവാദം തുടരുകയാണ്. അതിനിടെ 129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ വിഷയം കേരളത്തിൽ ചർച്ചയാകുന്നതിനിടെ അണക്കെട്ടിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. മദ്രാസ് സോൺ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ഡാമിലെത്തിയത്. പെരിയാർ അണക്കെട്ടിൽ കഴിഞ്ഞ 2 ആഴ്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അണക്കെട്ട് പ്രദേശത്ത് വെള്ളപ്പൊക്ക സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ഉദ്യോഗസ്ഥർ വിലയിരുത്തി. ഡാം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സാം ഇർവിൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ രാജഗോപാൽ, പാർത്ഥിബൻ, ബാലശേഖരൻ, നവീൻ കുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ്. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 865 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. 132.2 അടിയാണ് ഇന്നലത്തെ ജലനിരപ്പ്. 142 അടിയാണ് അനുവദനീയമായ പരമാവധി സംഭരണശേഷി. തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് കനാലിന്റെയും പെൻസ്റ്റോക്ക് പൈപ്പുകളുമായി 1400 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇന്നലെ തേക്കടിയിൽ 3.6 മില്ലിമീറ്ററും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 2.6 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. അതിനിടെ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം കേരളത്തിന് പിടിവള്ളിയായി. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് അനുകൂലമായ നടപടി. അണക്കെട്ടിന്റെ സുരക്ഷ, കരാറിന്റെ സാധുത എന്നിവയൊക്കെ ചൂടേറിയ ചർച്ചയാകുമ്പോഴും കേരളം മുൻകൈയെടുത്ത് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നില്ല. 2006-ൽ കേരളത്തിനെതിരായ ആദ്യ സുപ്രീം കോടതി വിധിക്ക് ആധാരമായ ഹർജി പോലും മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നൽകിയതായിരുന്നു. വിധി തമിഴ്നാടിന് അനുകൂലമായെങ്കിലും നടപ്പായില്ല. 2006 മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്ത് സുപ്രീം കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. ഈ കേസ് തീർപ്പാക്കി 2014 മെയ് 7-ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് R.M. ലോഥ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു. എന്നിട്ടും കേരളം പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചില്ല. അതിനിടെയാണ് തമിഴ്നാട് നൽകിയ OS 4/2014 എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന തീരുമാനമുണ്ടായത്. അനുകൂലമായി ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലായേക്കും. മുല്ലപ്പെരിയാർ കരാർ തമിഴ്നാടിന്റെ അവകാശമാക്കിയ ബ്രിട്ടീഷ് സർക്കാർ 1935-ൽ കൊണ്ടുവന്ന നിയമത്തിലെ 177-ാം വകുപ്പാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നതോടെ 1935-ലെ നിയമം കാലഹരണപ്പെടുകയും അതിലെ 177-ാം വകുപ്പ് പ്രകാരം ആക്ട് റദ്ദാക്കുകയും ചെയ്തെങ്കിലും നിർണായക പ്രാധാന്യമുള്ള വിഷയങ്ങൾ താൽക്കാലികമായി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ കേസ് നടക്കുമ്പോൾ ഈ വകുപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഡാമിൽ തങ്ങളുടെ അവകാശം തമിഴ്നാട് സ്ഥാപിച്ചത്. എന്നാൽ അത്തരം വകുപ്പ് നിലനിൽക്കില്ലെന്ന വാദമാണ് കേരളം പുതുതായി ഉയർത്തുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിനു ശേഷം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിൽ അതിനെ തണുപ്പിക്കുന്നതിനായി നാട്ടുരാജ്യങ്ങളുടെ ഫെഡറേഷൻ രൂപീകരിക്കുന്നതിനായി കൊണ്ടുവന്നതാണ് 1935-ലെ ആക്ട്. മദ്രാസ് പ്രൊവിൻസോ തിരുവിതാംകൂർ രാജ്യമോ അതിൽ ഭാഗമായിരുന്നില്ല. ഇവർ മാത്രമല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളും ആ നിയമത്തെ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ അത്തരമൊരു ഫെഡറേഷൻ രൂപീകൃതമാവുകയോ നിലവിൽ വരികയോ ചെയ്തിരുന്നില്ല. ആ സാഹചര്യത്തിൽ ആ നിയമത്തിൽ 177-ാം വകുപ്പ് നിലനിൽക്കില്ല എന്നാണ് കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തിരുവിതാംകൂർ ദിവാനും ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഏർപ്പെട്ട കരാർ പ്രകാരം ഇതിന്റെ അവകാശം കേന്ദ്ര സർക്കാരിന് നിക്ഷിപ്തമാണെന്നതാണ് കേരളം പുതിയ സ്യൂട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നേരത്തെ കേസ് നടന്നിരുന്ന സമയത്ത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടാത്തത് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ അജ്ഞതയാണെന്നും വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.